നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. UPA ഭരണകാലത്ത് 2013 ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യം ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നത് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ നിലപാട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം ഇത് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കേന്ദ്രം പറയുന്നു. പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ലെന്നാണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയത്. ദുരന്തത്തിന്റെ വ്യാപ്തി, സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത, പ്രതിസന്ധി നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ശേഷി തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ചതിന് ശേഷം സഹായം നൽകാറുണ്ട്. അടിയന്തര ദുരിതാശ്വാസവും സഹായവും എത്തിക്കുക എന്നതിനാണ് മുൻഗണനയെന്നും സംസ്ഥാന സർക്കാരുകളാണ് പ്രാഥമിക ഉത്തരവാദിത്വം വഹിച്ച് സുരക്ഷാ മാർഗങ്ങളും ആശ്വാസ നടപടികളും സ്വീകരിക്കേണ്ടതെന്നും അന്ന് മന്ത്രി രേഖാമൂലം അറിയിച്ചതെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. വയനാട്ടിൽ അടിയന്തര സഹായം എത്തിച്ചെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിവിധ സുരക്ഷാ വിഭാഗങ്ങളിലെ 1200 പേരടങ്ങിയ സംഘത്തെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചു. 30 പേരെ രക്ഷിക്കാനും 520 പേരെ ഒഴിപ്പിക്കാനും 112 മൃതദേഹങ്ങൾ കണ്ടെത്താനും NDRM സംഘത്തിന് കഴിഞ്ഞു. പ്രശ്നബാധിത മേഖലയ്ക്ക് അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘം സന്ദർശിച്ചെന്നും ദുരിതാശ്വാസ ഫണ്ട് നൽകാൻ യുക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി.